ഹായ്! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് തൈരൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. വേഗം എടുത്തോളൂ, നിങ്ങളെ ഫ്രിഡ്ജിലുണ്ടാവും കേട്ടോ തൈര്. അതിനുശേഷം ദേ ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പുളിയില്ലതോ പുളിയില്ലാത്തതോ എന്താണേലും കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് സവാള കേട്ടോ. ഒരു സവാളയുടെ പകുതി പോലും ഇല്ല. നിങ്ങൾ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളകും ഇതുപോലെ നെടുകെ കീറിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എന്താണെന്നല്ലേ, ചോറിന് കറിയില്ലെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കി നോക്കൂ. സമയം കളയണ്ട. കറിയില്ല എന്ന് വിചാരിച്ചിട്ടിരിക്കണ്ട ട്ടോ. വെറും തൈരും കൂട്ടിയിട്ട് എങ്ങനെയാ ചോറ് കഴിക്കുക എന്നുള്ളൊരു ചിന്ത വേണ്ട. അതിനുശേഷം ദേ ഞാൻ 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തോ. ഇനി ആരും ഇല്ല, ഒരാളേ ഉള്ളൂ, കുറച്ച് മുട്ട മതിയെങ്കിൽ അതെടുത്താലും മതി. ഇനിയിപ്പോൾ ഞാനെടുത്തത്ര തന്നെ നിങ്ങൾ എടുക്കണമെന്നൊന്നും ഇല്ല ട്ടോ. മുട്ട ഇതുപോലെ നടുകെ പിളർന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങളും ഇനി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കൊന്നും വേണ്ട ട്ടാ. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഇടാണോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കുറേ ആൾക്കാരുണ്ടെങ്കിൽ അതിനുശേഷം വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എങ്ങനെയും നിങ്ങൾ ഇല്ല എന്ന് വിചാരിക്കേണ്ട. അതിനുശേഷം കടുക് പൊട്ടിക്കുക, കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ലാസ്റ്റ് എന്നെ പറയണ്ട ആരും കഴിച്ചിട്ടില്ല എന്നുള്ളത്. അതിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ വെളിച്ചെണ്ണ ഇല്ല കുറച്ച് മതി എന്നൊന്നും വിചാരിക്കരുത്. കൂടുതൽ തന്നെ വേണം. ദാ ഞാൻ ഒഴിക്കുന്നുണ്ട്, കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണത്. ഇളക്കി അങ്ങ് യോജിപ്പിക്കുമ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ഇനിയിപ്പം നമ്മൾ പുറക്കൊന്നും ഇല്ലല്ലോ, മീൻ കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ ഉണക്കി കിട്ടിയിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടിരിക്കണ്ട. ഈ ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മതി, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അത്രത്തോളം ടേസ്റ്റാണ്. നമ്മൾ ഇന്ന് ഇതുണ്ടാക്കിയത് ഇത് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ ചോറ് കഴിച്ചത്. വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കല്ലേ വേഗം തന്നെ. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.